നമസ്കാരം, ഞാൻ ഡോക്ടർ സ്വരൂപ് കെരാജ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റൽ, കാസർഗോഡ്. തലവേദനകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് അപകടമുള്ള തരം തലവേദനകളുണ്ട്, പേടിക്കേണ്ടാത്ത തരം തലവേദനകളുണ്ട്. ഇവയെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. നമുക്ക് പൊതുവെ സാധാരണ കണ്ടുവരുന്ന തലവേദനകൾ ഒന്നുകിൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയുന്ന തലവേദനകളാണ്. ഇതിൽ മൈഗ്രെയിന് യൂഷ്വലി സ്ത്രീകൾക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അത് അവരുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദശകങ്ങളിൽ, അതായത് 20-നും 30-നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് സാധാരണ കണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ടാൽ തലവേദന വരിക, ഉറക്കമണച്ചാൽ തലവേദന വരിക, ടെൻഷൻ വന്നാൽ തലവേദന വരിക, യാത്ര ചെയ്താൽ തലവേദന വരിക, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ തലവേദന വരിക, ശബ്ദം കേട്ടാനുള്ള ബുദ്ധിമുട്ട്, വെളിച്ചം കണ്ടാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ വരുന്ന ഛർദിൽ, അല്ലെങ്കിൽ കാഴ്ചയുടെ ഒരു ഭാഗം മങ്ങുക, ഇതൊക്കെയാണ് തലവേദന ഈ മൈഗ്രെയിൻ ആണ് എന്ന് നമ്മൾ സംശയിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള തലവേദനയാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. അത് സാധാരണഗതിയിൽ തലയുടെ ഒരു വശത്തായിരിക്കും വരിക, ഒരു വൺ സൈഡ് യൂണിലാറ്ററൽ ഹെഡേക്ക് ആയിരിക്കും. രണ്ടാമത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന അപകടമല്ലാത്ത പേടിക്കേണ്ടാത്ത തരം തലവേദനയാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. ഇതിൽ ഈ ടെൻഷൻ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ശരിക്കും മാനസിക ടെൻഷൻ അല്ല. തലയ്ക്ക് ചുറ്റുമുള്ള പല മസിൽസ് ഉണ്ട്, ഫ്രോണ്ടാലിസ്, ടെമ്പറാലിസ് എന്നൊക്കെ പറയുന്ന മസിലുകളുണ്ട്. ഈ മസിലുകൾക്കുണ്ടാകുന്ന വലിച്ചിലിന് ഇംഗ്ലീഷിൽ പറയുന്ന ടെൻഷൻ എന്ന് പറയുന്ന വാക്കാണ്. അപ്പം ആ മസിൽ വലിയുന്നത് മൂലം ഉണ്ടാകുന്ന തലവേദനയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മൈഗ്രെയിൻ വെച്ച് നോക്കുമ്പോൾ എന്നും മിക്കവാറും ദിവസങ്ങളിൽ തലവേദന കാണുമെങ്കിലും ഇതിന് മറ്റേ മൈഗ്രെയിന് നമ്മൾ പറഞ്ഞ പല ഫീച്ചേഴ്സും ഉണ്ടാകില്ല. പോരാത്തതിന് മൈഗ്രെയിൻ ഒരു യൂണിലാറ്ററൽ ഹെഡേക്ക് ആകുമ്പോൾ ഇത് ഒരു രണ്ട് വശത്തും ഉണ്ടാകും. നമുക്ക് നെറ്റിക്ക് ചുറ്റും, അതുപോലെ തലയിൽ ഇങ്ങനെ ഒരു വര പോലെയും കഴുത്തിന് പിൻവശത്തും. അപ്പോൾ ഒരു യൂണിലാറ്ററൽ ഹെഡേക്കാണ് മൈഗ്രെയിൻ എങ്കിൽ ഇത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല, രണ്ടു വശത്തും ഉണ്ടാകുന്ന ഒരു തലവേദന. അതാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. ഇത് രണ്ടും തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ചികിത്സാ രീതിയും മരുന്നുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിയും ഒക്കെ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന അപകടമില്ലാത്ത രണ്ട് തരം തലവേദനകളും അതിനെ തിരിച്ചറിയേണ്ട രീതികളും. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് തലവേദനകൾ എന്ന് പറയുന്നത് നമുക്ക് അപകടമില്ലാത്ത തരം, അതായത് തലയ്ക്കുള്ളിൽ മറ്റ് അപകടങ്ങളോ ജീവൻ അപകടം ഉണ്ടാകുന്ന തരം തലവേദനകളല്ല. എന്നാൽ അപകടമുള്ള തരം തലവേദനകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് പറയാം. ഇത് 100% നമുക്ക് പുറമെ ഈ ലക്ഷണങ്ങൾ വെച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അതായത് തലവേദനയ്ക്കൊപ്പം തന്നെ നമുക്ക് കാഴ്ച രണ്ടായി കാണുക, അതായത് ഡബിൾ വിഷൻ, ഒരു സാധനം തന്നെ രണ്ടായിട്ട് കാണുക. അതുപോലെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ചെറിയ പ്രായം മുതലേ തലവേദന കാണും. അപ്പം പെട്ടെന്നുണ്ടാകുന്ന തലവേദന ഒരു അപകടം പിടിച്ച തലവേദന ആയിരിക്കും. അതായത് നമുക്ക് ഇത്ര വർഷങ്ങൾ തലവേദന ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇന്നലെ തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങി, അല്ലെങ്കിൽ 4 ദിവസമായിട്ട് അതിശക്തമായ തലവേദന, അതൊരു അപകട സൂചനയാണ്. അതുപോലെ തന്നെ തലവേദനയുടെ ഒപ്പം തന്നെ നിർത്താതെയുള്ള അതിശക്തമായ ഛർദിൽ, പ്രൊജക്ടൈൽ വോമിറ്റിംഗ് എന്ന് പറയും, നിർത്താതെ വലിയ രീതിയിലുള്ള ഛർദിൽ വരിക. അതുപോലെ തന്നെ തലവേദനയ്ക്കൊപ്പം മറ്റ് ലക്ഷണങ്ങൾ, ഇപ്പോൾ തലവേദനയ്ക്കൊപ്പം ഒരു കണ്ണ് തൂങ്ങിയിരിക്കുക, കണ്ണിൻ്റെ പോള തൂങ്ങിയിരിക്കുക, അതുപോലെ തന്നെ നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക, അല്ലെങ്കിൽ ഒരു വശത്തേക്ക് വീഴ്ച പോവുക, അതായത് തലവേദനയ്ക്കൊപ്പം മറ്റ് ഫീച്ചേഴ്സും കൂടി വരിക. അതും നമ്മൾ ഒരു അപകടമുള്ള ഒരു തലവേദനയുടെ കൂടെ പെടുത്തേണ്ടതാണ്. അതുപോലെ തലവേദനയ്ക്കൊപ്പം ഫിറ്റ്സ് വരിക, തലവേദനയ്ക്കൊപ്പം ഒരു വശത്തെ കൈക്കോ കാലിനോ തരിപ്പോ ബലക്കുറവോ വരിക. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു അപകടമുള്ള തരം തലവേദന, അതായത് തലച്ചോറിനകത്ത് ഒരു ട്യൂമർ വളരുകയോ അല്ലെങ്കിൽ തലച്ചോറിനകത്ത് മർദ്ദം കൂടുന്ന ഇൻഡിയോപ്പതിക് ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്ന തലച്ചോറിലെ പ്രഷർ കൂടുന്ന രോഗമാണെന്നൊക്കെ നമ്മൾ സംശയിക്കുന്നത്. അതായത് പെട്ടെന്നുണ്ടാകുന്ന തലവേദന, അല്ലെങ്കിൽ തലവേദനയ്ക്കൊപ്പം മറ്റ് ലക്ഷണങ്ങൾ, കണ്ണ് തൂങ്ങിപ്പോവുക, ഒരു വശത്തെ ബലക്കുറവോ അല്ലെങ്കിൽ തെരിപ്പോ വരിക, അല്ലെങ്കിൽ ഡബിൾ വിഷൻ വരിക, അല്ലെങ്കിൽ നിർത്താതെ ശക്തമായ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് വരിക, തലവേദനയ്ക്കൊപ്പം ബാലൻസ് തെറ്റുക, ഇതൊക്കെ കൂടെ വരികയാണെങ്കിൽ നമ്മൾ ഇതൊരു അപകടം പിടിച്ച തലവേദനയാണെന്നും പെട്ടെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ട് തലച്ചോറിൻ്റെ ഒരു സ്കാൻ, പ്രിഫറബിളി MRI സ്കാൻ തന്നെ എടുക്കേണ്ട ലക്ഷണമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് അപകടം പിടിച്ച തലവേദനയുടെ ചില ലക്ഷണങ്ങൾ. നന്ദി, നമസ്കാരം.